ആടുന്ന് വന്ന് കരിഞ്ഞോണ്ട് വന്ന് ബേജാറായിട്ട് അവളെ ഭർത്താവ് ഫോൺ വിളിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞ് എന്നെ ബായിൽ വന്നിട്ട് തെറി പറഞ്ഞിന് കിടായാലോ പോയി ചെറിയ കിടായാലും 24 ബേജാർ താങ്ങാൻ കഴിയുന്നുണ്ടാവാല. അടുത്താളെ കണ്ടുപിടിക്കലേ വേണം. ഇതിൽ പറയുന്നതേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. ഈ ആദൂർ പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുത്ത് പെട്ടെന്ന് തന്നെ വിട്ടയച്ചു. ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നതാണ്, ജസീലയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാൻ പോയി ആദൂർ പോലീസിലേക്ക് 2 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. വരുമ്പോൾ 5:30 മണിയായിന്. ഞാൻ പുറത്തുണ്ടായിരുന്നു, ഞാൻ ഉള്ളിൽ പോയിട്ടാ. ഓളെ ഞാൻ നോക്കാൻ പോകുമ്പോൾ വനിത പോലീസ് ഉണ്ടായിട്ടാ. ആണ് പോലീസ് അവിടെ വിഷയം പറഞ്ഞിട്ട് പോലീസ് എഴുതുന്നുണ്ടായിരുന്നു. ഓളെ ആടുന്ന് പറഞ്ഞിന്. പിന്നെ എൻ്റെ റിട്ടേൺ കേസ് കൊടുത്തിട്ട് തെളിയിക്കണമല്ലോ പോലെ അത് കൊടുക്കാൻ കഴിയല്ല, നിൻ്റെ പേക്ക് കേസിന് പറഞ്ഞിന്. ഞാനും പറഞ്ഞിന് പോലീസിന് അതിനെ വിളിച്ചെങ്കിൽ സത്യാവസ്ഥ അറിയാലേ. അപ്പോൾ ഇപ്പം വിളിക്കാൻ കഴിയാല്ല, അത് അപ്പനെ വിളിക്കണമെന്ന് പറഞ്ഞ്. ഓളാടുന്ന് വന്ന് കരിഞ്ഞോണ്ട് വന്ന് ബേജാറായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഇതുവരെ പെക്കത്തോളം കരിഞ്ഞ് തന്നെ ബേജാറിലുണ്ടായിനെ. വരുമ്പോൾ പോയ ജസീലാലുണ്ടായിനെ. ഞങ്ങൾ ശരി പോലീസിന് അതിന് വിളിക്കുക. ഓൾ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. പൊന്നിടത്ത് ഞങ്ങൾക്ക് അങ്ങനെ പറയലല്ലോ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ. പരാതി എഴുതി വാങ്ങിച്ചില്ല. ഓള് പറഞ്ഞത് ഈ ഒരു പോലീസ് എഴുതുന്നുണ്ടായിന്. അപ്പം വനിത പോലീസ് തന്നെ ഉണ്ടായിട്ടാണ്. മാനസികമായൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായെന്ന് തന്നെയാണ് ജസീല പറഞ്ഞത്. ജസീല പറഞ്ഞു എൻ്റെ കാര്യം ഒക്കതില്ല. ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ എന്താ ഒക്കാത്ത മാന്തി പറഞ്ഞു. എൻ്റെ ഒക്കെ എന്താ നിൽക്കാത്ത പോലീസ് എന്നോട് ചോദിച്ചിന്. കരഞ്ഞുകൊണ്ട് വിഷമത്തിലാണ്. അത് വരാൻ കഴിയായിട്ട് ബസ്സിൽ വരായിട്ട് റിക്ഷയിൽ വന്നെടുത്തേക്ക്. അതിനുശേഷം വീട്ടിലെത്തിയിട്ടും ഈ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് പറഞ്ഞിരുന്നോ നിങ്ങളോട്? പറഞ്ഞുകൊണ്ടുണ്ടായി, കരിഞ്ഞുകൊണ്ടുണ്ടായി. എന്താക്കണ്ടതിന് തെളിയിക്കാൻ കുമ്പിൽ തങ്ങൾക്ക് ലെറ്റർ കൊടുത്ത്. ഈ അയൽവാസിയായിട്ടുള്ള കുടുംബത്തിൻ്റെയും ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സമ്മർദ്ദം എങ്ങനെയുണ്ടായിരുന്നത്? എങ്ങനെയാണ് അവർ ജസീലയെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചു എന്ന് പരാതി പറഞ്ഞിരുന്നു? അപ്പം എങ്ങനെയാണ് അതുണ്ടായത്? ഇത് ഓർ വന്നിട്ട് ഇവിടെ പ്രശ്നമാക്കി. ഓളെടുത്തിനായിട്ട് ഇവൾ മുസാഫല പിടിച്ച് സത്യം. ആരൊക്കെ എവിടെ വന്നത്? ഭർത്താവിൻ്റെ വീട്ടുകാരും പെങ്ങും ഈ അഫ്രീദിൻ്റെ ഉമ്മാവും അയൽവാസി മാല പോയ അവർ വന്നിന്. ഈ വീട്ടിൽ വന്നു. ഈ വീട്ടിലേക്ക് വന്നിന്. പിന്നീട് അവരെ ഭാഗത്ത് എന്തായിരുന്നു അവരുടെ ഭയങ്കര ഓളിയെടുത്തിനായി ഞാൻ ചെല്ലുന്ന അഫ്രീദിൻ്റെ ഉമ്മ. ഓളൊക്കെ ആരും സപ്പോർട്ട് ഉണ്ടായിട്ട് ഓള് ചെല്ലുന്നത് ഓർ കേൾക്കുന്നില്ല. ഓറന്നെ ഇങ്ങോട്ടേക്ക് വിഷം പറയുന്നു. ഓളെ സംസാരിക്കാനേ തമിച്ചില്ല. അതിനുശേഷവും അപമാനം ഉണ്ടായോ? അവളെ ഭർത്താവ് ഫോൺ വിളിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞ്. ഭർത്താവിൻ്റെ ഉമ്മ വന്നിരുന്നെല്ലാം ഓളെ പുതിയാപ്പൻ്റെ ആധാര കട ഇതിൻ്റെ കടയെല്ലാം കൊണ്ടുപോയി നിന്നെ ബാണ്ട ഡിവോഴ്സ് ആക്കുന്ന ചൊല്ലി, പിള്ളേരെ DNA ടെസ്റ്റ് ആക്കുന്ന ചൊല്ലി. ഓന് എന്നെ ബായിൽ വന്നിട്ട് തെറി പറഞ്ഞിന്. ഓനെല്ലാം ദുബൈയിലുണ്ടാക്കാലും വിളിച്ച് പറഞ്ഞിന്. ഓന് സത്യാവസ്ഥ അറിയാനും ഓന് നിന്നിട്ട. കുറച്ച് സത്യാവസ്ഥ അറിയാൻ എൻ്റെ മുകളിലൊരു ഷോൾക്ക് നാട്ടിലും വലിയ രീതിയിൽ പ്രചാരണം ഇങ്ങനെ ഉണ്ടായിരുന്നോ? ജസീലയാണ് മാല മോഷ്ടിച്ചതെന്ന നിലയിൽ ഞങ്ങൾക്ക് അറിഞ്ഞിനെ വയ്യത് പൊന്നു കാണാതായത്. ഞാൻ വരുമ്പോൾ ഞാൻ 2-3 വട്ടം എടുക്ക് വന്നിന്. നിങ്ങളിതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം കുടുംബത്തിൻ്റെ? ഒക്കും എൻ്റെ പൈതങ്ങൾക്ക് ഉമ്മയില്ലാത്തയില്ലേ, ഞങ്ങൾക്ക് മോളില്ലാത്തായി. ഓനക്ക് പെണ്ണും കിട്ടും. പിന്നെ അപ്പോൾ അത് തീരുമാനിക്കുക. ഇതാണ് വേണം, അടുത്താളെ കണ്ടുപിടിക്കലേ വേണം. കിടായാലോ പോയി ചെറിയ കിടായാലും 24 ബേജാർ താങ്ങാൻ കഴിയുന്നുണ്ടാവാല.